മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം പൊതുവിൽ വായിച്ചാൽ, സ്വർഗ മഹിമകളെ വെടിഞ്ഞ് കാലസമ്പൂർണതയിൽ വേഷത്തിൽ മനുഷ്യനായി ഉലകത്തിൽ അവതരിച്ച അവിടുത്തെ ഓമനകുമാരൻ അവനീ മുഖത്ത് വന്നിട്ട് ശിഷ്യന്മാരെ കണ്ട് അവരുമായി മലമേൽ കയറി ഇരുന്ന ശേഷം നടത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കാതലായ ധർമ്മശാസ്ത്രപരമായ നീതിശാസ്ത്രപരമായ കരുത്തുറ്റ ആഴമായ സന്ദേശങ്ങൾ, അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. 5-ാം അധ്യായത്തിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ വാക്ക് സഭയുടെ പാസ്റ്ററുടെ വാക്കല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ വാക്കല്ല. ഇത് വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവിൻ്റെ നേരിട്ടുള്ള വാക്കാണ്. ആർക്ക് നേരെ? ശിഷ്യന്മാർക്ക്. ഇന്ന് കർത്താവിൻ്റെ ശിഷ്യരായി തീർന്നവരാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റ് ശിഷ്യരാക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പുതിയ നിയമ ശിഷ്യരോട് കർത്താവ് നേരിട്ട് പറഞ്ഞ വാക്ക് സമാധാനമുണ്ടാക്കുന്നവര് ഭാഗ്യവാന്മാർ. യേശു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ദൈവശ്വാസീയമായ തിരുവെഴുത്തിൽ കുറച്ചും കൂടെ മുൻപോട്ട് ചെന്നപ്പോൾ, കാലം മുൻപോട്ട് ചെന്നപ്പോൾ, ശ്ലീഹാമാരിലൂടെ എഴുതപ്പെട്ട ലേഖനങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെ വിശദീകരിച്ച് പറയുകയുണ്ടായി. യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 18-ാമത്തെ വാക്യം പൊതുവിൽ ഒരാൾ വായിച്ചാലും, എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ അവർ സമാധാനത്തിൽ വിതച്ചു. അടുത്തത് നീതി എന്ന ഫലം കൊയ്യും. ശ്രദ്ധിച്ചേ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയാൻ കാരണം അവർ സമാധാനത്തിൽ വിതച്ചു. സമാധാനത്തിൽ വിതയ്ക്കണമെങ്കിൽ അതിൻ്റെ ശരിയായൊരു ഭാഷാന്തര പ്രയോഗം ഞാൻ കണ്ടത് സമാധാനം വിതച്ചു. ഏതാണ് ഈ സമാധാനം? ആമേൻ. ഈ സമാധാനത്തെ കുറിച്ച് യേശു പറഞ്ഞ വാക്ക്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. അതിന്റെ അർത്ഥം, ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? സമാധാനം തരും. യേശു ക്രൂശീകരിക്കപ്പെട്ട് അടക്കപ്പെട്ട് എഴുന്നേറ്റ ശേഷം പ്രത്യക്ഷനായ ഇടങ്ങളിലെല്ലാം യേശു പറഞ്ഞ വാക്ക്, നിങ്ങൾക്ക് സമാധാനം. ആമേൻ. അപ്പോൾ എപ്പോഴാണ് യേശു സമാധാനം കൈമാറിയത്? സമാധാനം മാനവരിലേക്ക് കൈമാറിയ കൈമാറ്റ രംഗം കാണാൻ ഇന്നിവിടെ ഈ സഭായോഗത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും വരുവിൻ. മനസ്സ് ഉണർത്തി ഉയർത്തി വരുവിൻ. അങ്ങകലെ കാൽവരി മലമുകളിലേക്ക്. കുരിശു മരത്തിൽ ഇരുമ്പാണികളിന്മേൽ തറയ്ക്കപ്പെട്ട് പാരിനും പരത്തിനും നടുവിൽ കുരിശു മരത്തിൽ സ്വന്തം തോളിൽ തലചായ്ച്ച് പ്രാണനെ വിടുന്നതിന് മുമ്പ് ആ ക്രൂശിൽ കിടന്ന് പെടയുന്ന കാഴ്ച ഒന്ന് കാൺമീൻ. അതാണ് സമാധാനത്തിൻ്റെ കൈമാറ്റ രംഗം. നാം സമാധാനമുള്ളവരായി മാറാൻ സ്വർഗത്തിന് മുടക്കേണ്ടി വന്ന വില അവിടുത്തെ ഓമനകുമാരന്റെ ജീവനാണ്. യേശു തന്റെ ജീവരക്തത്താൽ സമ്പാദിച്ച സമാധാനമാണ് ഈ സമാധാനം.
അതുകൊണ്ട് സമാധാനം കൈമാറുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, ഞാൻ സമാധാനം കൈമാറുന്നത്, ഈ സമാധാനം ലോകം നിങ്ങൾക്ക് തരുന്നത് പോലെ അല്ല. ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ ലോകത്തിന് സമാധാനം തരാൻ പറ്റും. ആ സമാധാനം കെട്ടുപോകും. ആ സമാധാനം ചില നേരം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. സുഖദുഃഖ സമ്മിശ്രമായ ജീവിത സാഹചര്യത്തിലെ സന്തോഷ ദിവസങ്ങൾ ഒക്കെ നമ്മൾ എത്രയോ സന്തോഷിച്ച മനുഷ്യരെന്നുള്ള നിലയിൽ, നല്ല വീട് കിട്ടിയപ്പോൾ, നല്ല കാറ് കിട്ടിയപ്പോൾ, മക്കൾക്ക് നല്ല തുണയെ കിട്ടിയപ്പോൾ, നല്ല ജീവിത പങ്കാളിയെ കിട്ടിയപ്പോൾ, ജീവിത സാഹചര്യം മാറിയപ്പോൾ, ജോലി കിട്ടിയപ്പോൾ, നല്ല വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ, ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ ഒക്കെ നമ്മൾ സന്തുഷ്ടരായിട്ടുണ്ട്. എന്നാൽ ആ സന്തോഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കെട്ടുപോയി. വിളക്ക് മങ്ങിക്കിടുന്നത് പോലെ കെട്ടുപോയി. എന്നാൽ യേശു കർത്താവ് നൽകിയ സമാധാനം ഒരു ശക്തികൾക്കും ഒരു വ്യക്തികൾക്കും ഒരു സാഹചര്യങ്ങൾക്കും നമ്മിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്ത സമാധാനമാണ്. അതുകൊണ്ട് ഈ സമാധാനത്തിന് ഇങ്ങനെ പേർ വിളിക്കുന്നു, ദിവ്യ സ്വർഗീയമായ ദൈവികമായ ദിവ്യമായ സമാധാനം. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ. ഈ ആരാധനയെ സംബന്ധിക്കുന്ന ദൈവമക്കളിൽ ആരെങ്കിലും ആ സമാധാനം അനുഭവിക്കാത്തവർ ഉണ്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ടവരാണ് ഭൂരിപക്ഷം, എന്നാൽ രക്ഷിക്കപ്പെടാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കൂടുതൽ അനുഭവിക്കാൻ വാ കാൽവറി മലമുകളിൽ. നീ നിൽക്കുന്ന അടുക്കളയെ ചുറ്റിപ്പറ്റിയും നിന്റെ ഭവന സാഹചര്യത്തിലെ വിഷയത്തെ പുലമ്പി പറഞ്ഞുകൊണ്ട് മുറിക്കകത്തൂടെ ഈ മുറിയിൽ നിന്ന് ആ മുറിയിലേക്ക് നടന്നതുകൊണ്ടോ ആരെങ്കിലും ഫോൺ വിളിച്ചു പറഞ്ഞതുകൊണ്ടൊന്നും ഈ സമാധാനം നിനക്ക് കിട്ടാൻ പോകുന്നില്ല സിസ്റ്ററെ, കിട്ടാൻ പോകുന്നില്ല ബ്രദറെ. സമാധാനം കിട്ടാൻ, സ്തോത്രം, കാൽവരി ക്രൂശിന്റെ ചുവട്ടിലേക്ക് ക്രൂശിതനായ യേശുവിന്റെ കുരിശിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന അവൻ, ആ രക്തം അവൻ നിന്റെ ദേഹത്ത് നിന്നിൽ വീഴേണ്ടതിന് അവൻ ആ കുരിശിന്റെ ചുവട്ടിൽ ഒന്ന് ഏൽപ്പിക്കപ്പെട്ട അർപ്പിതരായി ആർ ഇന്ന് ഈ സഭായോഗത്തിൽ നിൽക്കും, അവരുടെ മേൽ ദിവ്യമായ സമാധാനം പകരപ്പെടുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ആരാധന വേളയാണിത്. അത് തിരിച്ചറിയുന്ന, ഏറ്റെടുക്കുന്ന, കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഗ്ലോറി, താങ്ക് യു ജീസസ്. സ്തോത്രം. മനുഷ്യരുടെ മുഖം അവരുടെ സന്തോഷത്തിന്റെ അളവുകോലാണ്. ആമേൻ. സന്തോഷത്തിന്റെ അളവുകോലാണ്. ഞങ്ങൾ കണ്ണു തുറന്ന് പ്രസംഗിക്കുന്ന ഉപദേശിമാരാകയാൽ, മുമ്പിലിരിക്കുന്ന എല്ലാവരും പ്രസംഗിക്കുന്ന ഞങ്ങളും മനുഷ്യരാകയാൽ, തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാ മുഖങ്ങളെയും കാണുന്നത് കൊണ്ട് ഒരാഴ്ചയിൽ മൂഡ് ഓഫ് ആയാൽ അടുത്ത ആഴ്ചയിൽ ഓൺ, മറ്റേയാൾ ഓഫ്, മറ്റേയാൾ ഓൺ, ഓഫ്. ഈ മിക്സറിൻ്റെ മുമ്പിൽ ഒരു സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ച്. അതിന് മുമ്പിൽ സഹോദരന്മാരിപ്പുണ്ട്. അതിൽ ചില മൈക്രോഫോണുകളെല്ലാം അവിടെ ഓണായി കിടപ്പുണ്ട്. ഇതുപോലെ മിക്സറിൻ്റെ കട്ടകൾ കാണുന്നത് പോലെയാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ മുഖ പ്രസരിപ്പുകൾ. എന്നാൽ പ്രിയമുള്ളവരെ, സ്തോത്രം, ക്രിസ്തുവിലുള്ള സന്തോഷം അങ്ങനെ ഓൺ ഓഫായി നിൽക്കുന്നതല്ല. ക്രിസ്തുവിലുള്ള സന്തോഷം ഉതരാത്ത, ഉതിർന്നു പോകാത്ത, അടർന്നു പോകാത്ത, ഹല്ലേലൂയ, അവൻ തോരാതെ നിലനിൽക്കുന്ന, അവൻ ചോരാത്ത സമാധാനമാണ്. അവൻ ക്രിസ്തുവിലുള്ള ദിവ്യ സമാധാനം. ഈ സമാധാനത്തെ കുറിച്ച് ശ്ലീഹ യാക്കോബിന്റെ വാക്ക് കരുത്തുറ്റ വാക്കാണ്. യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ വളരെ ഷോർട്ട് വേർഡുകളാണെങ്കിലും
യാക്കോബിൻ്റെ ലേഖനവും യേശുവിൻ്റെ ഗിരിപ്രഭാഷണവും വളരെ ബന്ധമുണ്ട്. രണ്ടും ധർമ്മശാസ്ത്ര വീക്ഷണത്തിലാണ്, മൊറാലിറ്റിയാണ്, എത്തിക്സാണ്, ധർമ്മശാസ്ത്ര വീക്ഷണത്തിലാണ് രണ്ട് ഭാഗവും ഒരുപോലെ നിൽക്കുന്നത്. ധർമ്മശാസ്ത്ര ലേഖനം തന്നെയാണ് യാക്കോബിൻ്റെ ലേഖനം. അവൻ പ്രവർത്തികളാൽ എങ്ങനെ വിശ്വാസം തെളിയിക്കപ്പെടുമെന്നുള്ളത് വളരെ വ്യക്തമായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ആ ലേഖനത്തിനകത്ത്. അതുകൊണ്ട് ആ ലേഖനത്തിലെ ഒന്ന് രണ്ട് പ്രയോഗങ്ങൾ ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സമാധാനത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ സമാധാനം ആ വാക്യം ഒന്ന് ജെയിംസ് സങ്കീർത്തന യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ, ആമേൻ, സമാധാനം ഉണ്ടാക്കുന്നവർ. അപ്പോൾ ഈ സമാധാനം നമ്മിൽ വന്നത് വിശ്വാസത്താലാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ സമാധാനം വന്നു. ഈ സമാധാനം ഉണ്ടാക്കുന്നവർ, നമ്മുടെ തീം പീസ് മേക്കേഴ്സ് എന്നുള്ളതാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ. എങ്ങനെ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റും? സമാധാനം ഉണ്ടാക്കണമെങ്കിൽ സമാധാനം നമ്മുടെ കൈ വേണം. കയ്യിലില്ലാത്ത ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ കയ്യിൽ വേണം സമാധാനം. ഈ സമാധാനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അതിനെക്കുറിച്ച് ഇന്ന് ഈ വചനത്തിനകത്ത് നിന്ന് ഒന്ന് രണ്ട് ചിന്തകൾ കൈമാറുകയാണ്. സ്തോത്രം. വിതയ്ക്കാനുള്ള സമാധാനം ലഭിക്കുന്നത് എവിടെ നിന്ന്? ഒന്നാമത്തെ പോയിന്റ്, ക്രിസ്തുവിൽ നിന്ന് അത് ലഭിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ധ്യാനിച്ചു. ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ചിന്തയെ ഉറപ്പിച്ചു നിർത്തുന്ന പുതിയ നിയമത്തിലെ ചില വാക്യങ്ങളുണ്ട്. അത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതിനു മുമ്പ് സമാധാനം വിതയ്ക്കുക, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. വിതയ്ക്കാൻ പോകുന്നവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ വയലുകളെല്ലാം കൊയ്തിട്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടനാടിലൂടെ പോയപ്പോൾ കുട്ടനാടൻ വയലുകളെല്ലാം കൊയ്തിട്ടിരിക്കുന്നു, മനോഹരമായ. ഞാൻ കേരളത്തിൻ്റെ നെല്ലറയിൽ 20 കൊല്ലം പാസ്റ്ററായി ഇരുന്ന ഒരാളാണ്. അവിടെയുള്ള പാടശേഖരങ്ങൾ നോക്കിയാൽ കാണാത്തതുപോലെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന പാടശേഖരങ്ങളാണ്. കൊയ്ത്തുകാലം അവിടെയുള്ള പാടങ്ങൾക്ക് വയലുകൾക്കുള്ള ഭേദം തന്നെ കാണാനൊരു രസമാണ്. കൊയ്ത്തുകാലം അവിടെയുള്ള സകല സാധുജനത്തിൻ്റെയും മുഖത്ത് സന്തോഷമാണ്. കൊയ്യാൻ പോകുന്നവർക്ക് കൂലി കിട്ടുന്നത് ഇതിൽ നിന്ന് തന്നെ ഒരു വീതമാണ് കിട്ടുന്നത്. അതും ചുമ്മിക്കൊണ്ടവർ വീട്ടിലേക്ക് 2 കൈയും വിട്ട് തലയിൽ ചുമടും വെച്ച്, ഇവിടെ നമ്മുടെ പിള്ളേർക്ക് അറിയാവോ അങ്ങനെ വരാൻ? വൈകുന്നേരം വരെ ഇതിനകത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്താലും പറ്റത്തില്ല. പണ്ടൊക്കെ അല്ലേ, തലയിലൊരു കുടം, ഒക്കത്തൊരു കുടം, കയ്യിലൊരു കുടം, ഇത് എല്ലാം പിടിച്ചുകൊണ്ടും തെളിഞ്ഞ മുഖവും. സ്തോത്രം. ഇന്ന് ഇതൊന്നുമില്ല. കാറയിൽ നല്ല സീറ്റേൽ പുഷ് ബാക്ക് സീറ്റിലിരുന്ന് നല്ല ഹോട്ടലിൽ കയറി എല്ലാം വേണ്ടതെല്ലാം കഴിച്ചേച്ചും എന്നിട്ടും മുങ്ങി തെളിഞ്ഞിട്ടില്ല. ഞാനങ്ങ് സാഹചര്യം പറഞ്ഞെന്നേ ഉള്ളൂ. ബൈബിളിലൊരു വാക്യമുണ്ട്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ സ്തോത്രം. ആമേൻ. ലഘു ജീവിതം നല്ലതാണ്. ലെനിനെ കാണാൻ വേണ്ടി ഒരിക്കൽ ഒരാൾ ചെന്നപ്പോൾ അദ്ദേഹം ഒരു മൺചട്ടിക്കകത്ത് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി, എൻ്റെ വായനയിൽ. ലഘു ജീവിതം എപ്പോഴും നല്ലതാണ്. സദൃശവാക്യത്തിൽ വാക്യമുണ്ട്, സ്തോത്രം, ലഘുവായി മതിച്ചിട്ട ഒരു ഭൃത്യനുള്ളവൻ ശ്രേഷ്ഠൻ. അങ്ങനെ ഒരു വാക്യമുണ്ട്. അത്രയും പറഞ്ഞത് വിടുക. പാടശേഖരങ്ങളിലേക്ക് ചെന്നാൽ വിളവിറക്കേണ്ട സമയമാകുമ്പോൾ, ഇവിടെ എന്ത് പേരാ മുറത്തിനെന്ന് എനിക്കറിയത്തില്ല, ഒരു കുണ്ടുമുറം, അതിനിവിടെ എന്ത് പേരെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു ചൂടുഭാഗം ഇങ്ങനെ ഇറങ്ങിയ ഒരു മൂടുള്ള ഒരു മുറം. ആ മുറത്തിനകത്ത്, അതാണ് ഇളുക്കിൽ വെക്കാൻ നല്ലത്, അതും വെച്ചുകൊണ്ട് അതിനകത്ത് നല്ല ഇനം വിത്തുമിട്ട് ചിരിച്ച മുഖത്തോടുകൂടെ വിതയ്ക്കുന്നവൻ അവന്
ഇതിനകത്തോട്ട് നോക്കിയല്ല വിതയ്ക്കുന്നത്. വിതയ്ക്കുമ്പോൾ അവൻ്റെ വിശാലമായ വയൽ കണ്ടാണ്. സമാധാനം വിളയേണ്ടത്, നിന്റെ അകത്തുള്ള സമാധാനം വിളയേണ്ടത് നിന്റെ അകത്തു മാത്രമല്ല ദൈവ പൈതൽ, നിന്റെ പരിസരത്തോ, ഒന്നും പറഞ്ഞാൽ നിന്റെ ആവാസ വ്യവസ്ഥിതിയിൽ മുഴുവനും. ഹല്ലേലൂയ. ചില വാക്കുകൾ കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ചു. സമ്പർക്ക പട്ടിക എന്ന് പറഞ്ഞൊരു പട്ടിക ഇല്ലേ, ഗുണനപ്പട്ടികയിൽ പെട്ടതല്ലല്ലോ അത്. നമ്മൾ പഠിച്ചൊരു പട്ടികയല്ലേ സമ്പർക്ക പട്ടിക. റാന്നിയിലൊരുത്തൻ പരത്തിയപ്പം മുതലേ മാധ്യമങ്ങളെല്ലാം പുറകെ കൂടി അവൻ്റെ സമ്പർക്ക പട്ടിക കയറിയ ആ ബേക്കറി, ജ്യൂസ് കുടിച്ച ഇടം, ഇറങ്ങി വന്ന ഇടം ഒക്കെ എന്ത് ചെയ്യുന്നു, സമ്പർക്ക പട്ടിക. അപ്പോൾ ഞാൻ തെളിച്ചു പറയുന്നു, പുറമറ്റത്ത് ഈ ദൈവിക സമാധാനമുള്ളവരുടെ സമ്പർക്ക പട്ടിക, അങ്ങനെ പറയാം, നീ ഇടപെടുന്നിടത്തെല്ലാം ഹല്ലേലൂയ അസമാധാനം, അസമാധാനം. സ്തോത്രം, സ്തോത്രം. സമാധാനം അകത്തുള്ളവൻ ഒരു വീട്ടിൽ കയറി ചെന്നാൽ, സ്തോത്രം, സമാധാനം അകത്തുള്ളവൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ, സമാധാനം അകത്തുള്ളവൻ ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ, സമാധാനം അകത്തുള്ളവർ അവൻ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്തെല്ലാം ആ സമാധാനം അവൻ ഉണ്ടായിരിക്കും. തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? എത്ര പേര് കൊതിക്കുന്നുണ്ട്, കാംക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ സമാധാനം എൻ്റെ ബെഡ്റൂമിനകത്ത്, ആ സമാധാനം എൻ്റെ ലിവിംഗ് റൂമിനകത്ത്, ആ സമാധാനം എൻ്റെ വീടിനകത്ത് മുഴുവനും, ആ സമാധാനം ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തിൽ. അതും ഒരു വലിയ കാര്യമാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം അവൻ എവിടെ നിന്ന് ലഭിച്ചു? ക്രൂശിതനിൽ നിന്ന് ലഭിച്ച സമാധാനമാണ്. ആ സമാധാനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കലഹം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. അതിൻ്റെ പുറകിലെല്ലാം ഈവിൾ സ്പിരിറ്റ്, ഒരു സാധാന്യമായ പ്രവൃത്തി ഉണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കാം. ഞാനൊരു കലഹപുത്രനാകില്ല, ഞാനൊരു കലഹപുത്രിയാകില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, ഞാൻ എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ, ഞാൻ എൻ്റെ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഇനി ശണ്ട ഇടത്തില്ല. സ്തോത്രം. ഞാൻ ആവോളം മറ്റുള്ളവർക്ക് എന്നെ കാണുന്നത് തന്നെ അവനൊരു സമാധാനത്തിൻ്റെ ആൾ രൂപം നടന്നു വരുന്നു എന്നുള്ളത് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ഞാനൊരു സമാധാന പുത്രനായി മാറാൻ എൻ്റെ നാവിനെ, എൻ്റെ പ്രവൃത്തിയെ, അവൻ എൻ്റെ സാന്നിധ്യത്തെ, എൻ്റെ അവൻ ദൈവം നൽകിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും. എത്ര പേർക്ക് കാംക്ഷയുണ്ട്? ഫിലേമോനെ കുറിച്ച് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, നീ വിശുദ്ധന്മാരുടെ ഹൃദയം മാത്രമല്ല എൻ്റെ ഹൃദയവും കൂടെ തണുപ്പിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഈ സമാധാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ടേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ, സമാധാനം ഉണ്ടാക്കി കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് കഞ്ഞി കുടിച്ചാൽ, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. കലഹം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് തോന്നും നമ്മളെന്തോ സ്റ്റാറാണെന്നും നമ്മൾ വീര്യമുള്ളവനാണെന്നും നമ്മൾ ജെന്റിൽമാനാന്നൊക്കെ അന്നേരം എന്ത് ചെയ്യും? നമുക്ക് തോന്നും. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ശേഷം പിന്നെ നമുക്കൊരു ചിന്ത കയറും, അത്രയും വേണ്ടായിരുന്നു. ഒന്ന് മയങ്ങി എഴുന്നേറ്റ ശേഷം മൂച്ചെല്ലാം പോയപ്പോൾ വീണ്ടും തോന്നും, അയ്യോ ഒത്തിരി കൂടിപ്പോയി. പിന്നെ ഇത് ആരോട് ചോദിക്കും? ആകെ ചോദിക്കാൻ പറ്റുന്നത് ഭാര്യയോടാണ്. മെല്ലെ ഭാര്യയോട് ചിലർ ചോദിക്കും, ദുരഭിമാനമില്ലാത്ത ചിലർ, എല്ലാവരും അല്ല, ചിലർ ചോദിക്കും, ഞാൻ പറഞ്ഞത് ഇച്ചിരി ഓവറായി പോയോടി. സ്തോത്രം. എന്നാൽ സമാധാനം ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരും പോയോ മനസ്സ്? അതോ മറ്റേതാരോ പറഞ്ഞ പോലെ ചർച്ച് ഓഫായതാണോ? സ്തോത്രം. വരുന്നൊരാഴ്ചയിൽ മാത്രമല്ല, ദിനരാത്രങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നാം ഇടപെടുന്ന മേഖലയിൽ, നമ്മുടെ തൊഴിൽ സ്ഥാപനത്തിൽ, നമ്മൾ തൊഴിൽ ചെയ്യുന്ന ആ ക്യാബിനകത്ത്, നമ്മുടെ വിവേചന അധികാര പരിധിക്കകത്ത് എല്ലാം ഈ ക്രിസ്തീയ സമാധാനം തളം കെട്ടി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ എത്ര പേര് കാംക്ഷിക്കുന്നുണ്ട്?
ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയുന്നു. പിന്നെ പലരുടെയും സമാധാനം കെടുന്നത് എന്താണെന്നറിയാവോ? വിഷയത്തിലേക്ക് വരാൻ പോവുകയാണ്. അവരവരോട് ബന്ധമില്ലാത്ത കേസിനകത്ത് എല്ലാം പോയി എന്ത് ചെയ്യുന്നു? നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ, സ്തോത്രം, അത് ആദ്യം നാം നോക്കേണ്ടത് എൻ്റെ വിവേചന അധികാര പരിധിക്കുള്ളിൽ വരേണ്ട കേസാണോ അത് മാത്രമേ തലേ കയറ്റാവൂ. ലോകത്തിലുള്ള സകല ചപ്പും ചവറും തലേ കയറ്റരുത്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അവൻ വാട്സപ്പിനകത്തും ഫേസ്ബുക്കിനകത്തും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇഷ്ടം പോലെ ചപ്പും ചവറും ഒക്കെ കിട്ടും. സ്തോത്രം, ഹല്ലേലൂയ. പിന്നൊരു കാര്യം, എല്ലാ ആളുകളും ഇന്ന് ഉപദേശം തേടുന്നത് ഗൂഗിൾ അമ്മായിയോടാണ്, ജെമിനി ആൻറ്റിയോടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. ജെമിനി, ഹാലേ, മനസ്സിലായില്ല, ഇന്ന് യോഗത്തിന് വന്നിട്ടുണ്ട് ജെമിനി, മനസ്സിലായില്ല. പലരും ഉപദേശം തേടുന്നത് ഗൂഗിൾ എന്ത് പറയുന്നെന്നാണ് ചോദിക്കുന്നത്. പലർക്കും അവരെ വിശ്വാസമല്ല, പാസ്റ്ററെ വിശ്വാസമല്ല, ഭാര്യയെ വിശ്വാസമല്ല, ഭർത്താവിനെ വിശ്വാസമല്ല, ആകെ ഇപ്പോൾ ഇച്ചിരി വിശ്വാസമുള്ളത് ഗൂഗിളിനെയാണ് പലർക്കും. പലരുടെ ഇന്നത്തെ പോക്കാണ് ഇതെല്ലാം. സ്തോത്രം. ഞാൻ വിഷയത്തെ നിൽക്കുന്നു, ഇനി അങ്ങോട്ട് കയറിയാൽ ശരിയാവൂല. അതുകൊണ്ട് ഉപദേശമാകെ തേടുന്നത് ഇതിനോടൊക്കെയാണ്. എന്നാൽ ഇവർ പറഞ്ഞു തരുന്നതെല്ലാം സത്യമാകണമെന്നില്ല. ഗൂഗിൾ വഴിതെറ്റിച്ച് കുഴി ചാടിച്ച് പലരും പെട്ടിയിലായി. എന്നാൽ ഗൂഗിൾ നോക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കൽ എറണാകുളം വൈറ്റിലയിൽ നിന്ന് എനിക്ക് വാളകത്തെ സഭയുടെ ചാർജ് എടുത്തപ്പോൾ വാളകത്തേക്ക് പോകാൻ റൂട്ട് എനിക്ക് കറക്റ്റ് ടൗണല്ല, എനിക്കറിയത്തില്ല. ഞാൻ ലൊക്കേഷൻ ഇട്ടു. വാളകം ഇട്ടത്, വാളകം ഇങ്ങനെ മഴയും പെയ്യും, അന്നേരം ഇട്ടത് വൈക്കമായി പോയി. ഞാൻ വൈക്കത്ത് ചെന്ന് പ്രിയരെ, എൻ്റെ കാര്യമായി പറയും, സെക്കൻഡ് ഹാൻഡ് അല്ല. വൈക്കത്ത് നിന്ന് എൻ്റെ കുടുംബത്തിൻ്റെ സാക്ഷിയാണ്. വൈക്കത്ത് നിന്ന് പിന്നെ എന്ത് ചെയ്തു, വാളകത്ത് ഒരു പ്രോഗ്രാമിന് ചെല്ലും വേണം. അന്ന് പോയ പോക്ക് ദൈവത്തിനും എനിക്ക് മാത്രം അറിയാം. അപ്പോൾ എന്നാൽ ഒരു കാര്യം, എപ്പോഴും സ്തോത്രം, നമ്മൾ ഒരു വിഷയം മനസ്സ് കേടാകാതിരിക്കാൻ നമ്മളൊരു വിഷയം ദൈവത്തോട് ചോദിക്കേണ്ട കാര്യം ഗൂഗിളിനോട് ചോദിക്കരുത്. ദൈവത്തോട് ചോദിക്കേണ്ട കാര്യം ദൈവത്തോട് ചോദിക്കണം. പാസ്റ്ററോട് ചോദിക്കേണ്ട കാര്യം പാസ്റ്ററോട് ചോദിക്കണം. സ്തോത്രം. ഭർത്താവിനോട് ചോദിക്കേണ്ട കാര്യം ഭർത്താവിനോട് ചോദിക്കണം. ഭാര്യയോട് ചോദിക്കേണ്ട കാര്യം ഭാര്യയോട് ചോദിക്കണം. സ്തോത്രം. അതിനെന്ത് വേണ്ട, സ്ട്രൈറ്റ് ആയിട്ട് ഇല്ലേ. ശ്രദ്ധിച്ച്, എന്നോടൊരു കാര്യം ചോദിക്കണം, ഫോൺ എടുത്ത് ഡയറക്റ്റ് വിളിച്ചോണം. മധ്യസ്ഥന്റെ ആവശ്യമില്ല. ദൈവത്തോടൊരു കാര്യം ചോദിക്കണം, ക്രിസ്തുവേശുവിൽ കൂടെ ഡയറക്റ്റ് ബന്ധമല്ലേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അത് നമുക്ക് കൂടുതൽ സമാധാനത്തിന് കാരണമാകും. കൂടുതൽ സമാധാനം. നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കേണ്ട കാര്യം നിങ്ങൾ നേരിട്ട് ചോദിക്കേണ്ടത്. ആ ബന്ധം, ആ റിലേഷൻ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, നിലനിർത്തണം. ഒരു മകൻ അപ്പനോട് ചോദിക്കാൻ അമ്മ വഴി, ചില പിള്ളേരുണ്ട് അമ്മ വഴി എന്ത് ചെയ്ത് അപ്പൻ്റെ അരികിൽ അങ്ങനെ എത്തുന്നവരുണ്ട്. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിലേഷൻ, മക്കളെ, അമ്മ നല്ലതാണ്. എന്നാലും നിങ്ങൾക്ക് അപ്പ എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള ഒരു ചോരബന്ധമാണുള്ളത്. അതുകൊണ്ട് ആമേൻ, എല്ലാം അതിൻ്റെ നേരായ റൂട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മടിയിൽ കനമില്ലാതെ ദൈവത്തോടും, ബൈബിൾ ഒരു വാക്യമുണ്ട്, മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ മുന്നേറാൻ പറ്റും. ഞാൻ ചില വാക്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. യാക്കോബിന്റെ ലേഖനം 3-17 വാക്യം ഒന്ന് വായിച്ച പോയിന്റുകൾ മാത്രം. ഇത് ലഭിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. വായിച്ച് ഒന്നാമത് നിർമ്മലവും. അപ്പോൾ ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവ് അത് സമാധാനമാണ്. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം.
അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിന് ഉൾത്തടത്തിൽ സമാധാനമാണ്. നെക്സ്റ്റ് വേർഡ്, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യം, യേശു പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതുകൊണ്ട് ഈ സമാധാനത്തിന്റെ ഉറവിടം ക്രിസ്തുവാണ്. ആമേൻ. കൊലോസ്യ ലേഖനം അതിന്റെ 1 അധ്യായം 20-22 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചേ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. അവൻ സമാധാനമുണ്ടാക്കിയത് നോക്കണമേ, നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്ത് അവൻ സമാധാനമുണ്ടാക്കി. എങ്ങനെ? ക്രൂശിലെ രക്തത്താലാണ് ഈ സമാധാനം. നെക്സ്റ്റ്, ആമേൻ. എബ്രായ ലേഖനം 12:11 ഈ സമാധാനത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് നീതി എന്ന സമാധാന ഫലം ലഭിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16:33 കൊടുത്തിരിക്കുന്നത് സമാധാനം, ആമേൻ, ഉണ്ടാകേണ്ടതിന് യേശു ഇത് സംസാരിച്ചു എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ സംസാരം, വായിൽ നിന്നുള്ള വാക്ക് സമാധാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സമാധാനമാണ്. സ്തോത്രം. ആമേൻ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നിട്ട് യേശു പറഞ്ഞ അതിന് തൊട്ട് താഴെയുള്ള വാക്കാണ് ആ യോഹന്നാൻ 16:33 ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. എന്നിട്ട് ഒരു കുത്തും കോമയും എഴുതിയിട്ട് അതിന്റെ തൊട്ട് താഴെ അതിനോട് ചേർത്തി പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. എന്നിട്ടും അവിടെ ഒരു കുത്തിട്ട് തീർത്തില്ല, എങ്കിലും ധൈര്യപ്പെടുവിൻ. അവിടെ കൊണ്ടും തീർത്തില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച സർവജയാളിയായ കർത്താവ് പറഞ്ഞു, അവൻ എന്നിൽ സമാധാനം, അവൻ സ്തോത്രം, നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് ഞാനിത് അരുളി ചെയ്യുന്നു. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് കരമുയർത്തി മഹത്വപ്പെടുത്താമോ? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണേ, റോമാലേഖനം 12 അധ്യായം അതിൻ്റെ 18 വാക്യത്തിൽ പോൾ പറയുന്ന വാക്കുണ്ട്. അത് ഇങ്ങനെയാണ്, ആമേൻ, സ്തോത്രം. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആഗോളം, ആ വാക്ക് ഒന്ന് ശ്രദ്ധിപ്പീൻ. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. കഴിയുമെങ്കിൽ, ആ വാക്കൊന്ന് നമുക്കൊന്ന് തീമായിട്ടൊന്ന് എടുക്കാമോ? കഴിയുമെങ്കിൽ പറ. അവൻ കഴിയുമെങ്കിൽ ഞാൻ ആവോളം നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും, ആമേൻ, സ്തോത്രം. ഞാൻ ബന്ധപ്പെടുന്ന മേഖലയിൽ, ഞാൻ താമസിക്കുന്ന ദേശത്ത്, ഞാൻ താമസിക്കുന്ന നാട്ടിൽ, ഞാൻ ഇടപെടുന്ന മേഖലയിൽ, എൻ്റെ ആവാസ വ്യവസ്ഥിതിയിൽ, എൻ്റെ സമ്പർക്ക പട്ടികയിൽ, ഞാൻ ഇടപെടുന്ന സ്ഥലങ്ങളിൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മെക്കുറിച്ച് ഒരാൾ ഉരുകി നമ്മൾ നിമിത്തം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മൾ നിമിത്തം ഉരുകി കഴിയുന്നെങ്കിൽ, സ്തോത്രം, നാം ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് മറ്റൊരു കോണിൽ നമുക്ക് പൂർണ്ണ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. സ്തോത്രം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ ഇരിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 10:5-6 വാക്യങ്ങളിൽ അവിടെ ഒരു സമാധാന പുരുഷനുണ്ടെങ്കിൽ യേശു പറഞ്ഞ വാക്കാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ആ സമാധാനം പകരുമെന്നുള്ളതിൻ്റെ എവിഡൻസ് ആണത്. മത്തായി സുവിശേഷം 5:9 നമ്മുടെ കുറിവാക്യം, സ്തോത്രം, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ഒന്ന് ചേർന്ന് പറഞ്ഞേ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടവർ ഭാഗ്യവാന്മാരാകുന്നു? അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ പറയാൻ കാര്യം, ഈ പുത്രനെ കണ്ടാൽ അപ്പൻ്റെ മോനാന്ന് തോന്നണം. നമ്മുടെ കർത്താവിൻ്റെ ഒരു
ഒരു പേരുണ്ട്. യെശയ്യാ പ്രവചനം 9 കൊടുത്തിട്ടുണ്ട് പേര്, സമാധാന പ്രഭു. ആമേൻ. സാക്ഷാൽ സമാധാന പുരുഷൻ. ഈ ലോകം സമാധാനത്തിന് വേണ്ടി കൊതിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് സമാധാനത്തിന് വേണ്ടി കൊതിക്കുകയാണ്. ലോക രാഷ്ട്രങ്ങൾ ഇപ്പോൾ സമാധാനത്തിന് വേണ്ടി കൊതിക്കുകയാണ്. എന്നാൽ ഇതുവരെ എന്തില്ല? സമാധാനം വന്നിട്ടില്ല. എന്നാൽ ഇവിടെയുള്ള സമാധാനകാംക്ഷികൾ, ഇവിടെയുള്ള മതമേലധ്യക്ഷന്മാർ, ഇവിടെയുള്ള സാംസ്കാരിക നേതൃത്വം, ഇവിടെയുള്ള സമാധാനകാംക്ഷികളൊക്കെ നയപരമായ പല ഇടപെടലുകളും നടത്തിയിട്ടും സമാധാനം വരാതിരിക്കുമ്പോൾ അവിടുത്തെ ഓമനകുമാരൻ ഈ മഹത്വത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ആമൻ തന്നെത്താൻ വെളിപ്പെടുത്തി ഈ ഉലകത്തിന് സമത്വ സമാധാന സുന്ദരമായ 1000 ആണ്ട് കാഴ്ചവെക്കാൻ പോകുകയാണ്. സന്തോഷത്തോടെ എല്ലാ കണ്ണുകളും അടച്ച് സ്തോത്രം ചെയ്താട്ട്. എവിടെയെങ്കിലും ഭവനത്തിനകത്ത് സമാധാനമില്ലെങ്കിൽ, ഹൃദയത്തിനകത്ത് സമാധാനമില്ലെങ്കിൽ, കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ, നാം ഇടപെടുന്ന നമ്മുടെ ഓഫീസിൽ സമാധാനമില്ലെങ്കിൽ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, അങ്ങയുടെ ദിവ്യമായ സമാധാനം വരുന്ന ഒരാഴ്ച മുഴുവനും, ദിനരാത്രങ്ങൾ മുഴുവനും സഭയ്ക്കകത്തും ഞങ്ങൾ അനുഭവിക്കേണ്ടതിന് അർപ്പണം ചെയ്യുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് കേട്ട ദൂതിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. സ്വർഗസ്ഥ പിതാവേ, കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. വചനത്തിന് മുമ്പിൽ അർപ്പണം ചെയ്യുന്നു, തന്നെത്താൻ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ യാചിക്കുന്നു സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.